തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം പരിശോധിക്കാൻ എൽ ഡി എഫ് നേതൃയോഗം ചൊവ്വാഴ്ച ചേരും. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIഎമ്മിന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ നാളെ. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഇന്നിപ്പോൾ ഈ കണക്കെടുപ്പുകൾ തന്നെയായിരിക്കും അല്ലെ? എവിടെയെല്ലാം നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്? പാർട്ടികൾ തോറ്റ പാർട്ടിയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എൽ ഡി എഫിന് അതൊരു വലിയ കനത്ത തിരിച്ചടി തന്നെയാണ്. അപ്പം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷെ വൈകാരികമായി പ്രതികരിക്കാതെ എന്താണ് സംഭവിച്ചത്? അതിന്റെ ഒരു കണക്കെടുപ്പൊക്കെ തന്നെയാകില്ലേ ഇന്ന് സംഭവിക്കുക? സ്വാഭാവികമായി തന്നെ ജയപരാജയങ്ങൾ, പ്രധാനമായും ഇടതുപക്ഷത്തിനുണ്ടായ വലിയ പരാജയം, അത് സംസ്ഥാനത്ത് ഇതിനു മുൻപൊക്കെ തന്നെ ഇത്തരമൊരു പരാജയം ഉണ്ടായിട്ടില്ല. കാരണം വലിയ അതിരുകടന്ന ആത്മവിശ്വാസം ഇടതുപക്ഷത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കുപോക്കുകൾ പലയിടങ്ങളിലും നടത്തിയിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്താണ് സംഭവിച്ചത്, ഇടതുപക്ഷത്ത് വീഴ്ചകൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ പരിശോധിച്ച് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നാളെ CPIയുടെയും CPIഎമ്മിൻ്റെയും നേതൃയോഗങ്ങളുണ്ട്. ചൊവ്വാഴ്ച LDF യോഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലടക്കം കേരള കോൺഗ്രസ് എമ്മിന് വലിയ രീതിയിലുള്ള സംഭാവന ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ CPIഎമ്മിനും CPIക്കും ഒക്കെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ തന്നെ കാര്യമായ ഇടങ്ങളിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചിലയിടങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലോ ബ്ലോക്ക് പഞ്ചായത്തുകളിലോ ഒക്കെ തന്നെ ആധിപത്യം ഉണ്ടാക്കാൻ ആയി എന്നല്ലാതെ കോർപ്പറേഷനിലടക്കം ഒന്നും ചെയ്യാനായില്ല എന്നുള്ള വലിയ പോരായ്മ പാർട്ടിക്കുള്ളിലുണ്ട്. പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തെ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു. 40 വർഷത്തിലധികമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന ഇടത് കോട്ടയെന്ന രീതിയിൽ വിശ്വസിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അത് BJP അവരുടെ കൈപ്പിടിയിലാക്കിയത് വലിയ രീതിയിൽ പാർട്ടി അതിനെ കാണുന്നത് ഗൗരവ സ്വഭാവത്തോടു കൂടിയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് പാർട്ടിക്കകത്തുകൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ നേരത്തെ കൗൺസിലുണ്ടായിരുന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു പരസ്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് രംഗത്ത് വന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പടലപ്പിണക്കം ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആലോചനാ യോഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ CPM ജില്ലാ നേതൃത്വത്തിലടക്കം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതേസമയം അത്തരത്തിലുള്ള ചർച്ചകൾ CPMനകത്ത് നടക്കുമ്പോൾ മറുവശത്ത് BJP തങ്ങളുടെ ഭരണത്തലവൻ ആരാകുമെന്നടക്കം ഉള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ആരാകും മേയർ എന്നടക്കമുള്ള ചർച്ചകളിലേക്കാണ് BJP എത്തി നോക്കുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണി നടത്തിയിട്ടുള്ള അടക്കമുള്ള പരാമർശങ്ങൾ ഈ സമയത്ത് വലിയ രീതിയിൽ അനുചിതമായിരുന്നു എന്നുള്ള വലിയ വിമർശനം പാർട്ടിക്കകത്തുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെമ്പാടും പാർട്ടി സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചോ, പ്രത്യേകിച്ചും ശബരിമല വിഷയമല്ല കാരണം ഈ പരാജയത്തിന് കാരണമെന്നാണ് നിലവിൽ പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് പന്തളത്തും പാലക്കാട് മുഖത്ത് തന്നെ പ്രതിഫലിച്ചതിനെ പാലക്കാട് നഗരസഭയിൽ BJPക്ക് വലിയ ആധിപത്യം നേരത്തെ പോലെ ഇല്ല. അപ്പോൾ തന്നെ പന്തളത്ത് അവരുടെ ഭരണം നഷ്ടപ്പെട്ടു, മുത്തോലി പഞ്ചായത്തിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടി വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലെമ്പാടും ഉണ്ടാകുന്ന, അതായത് 10 വർഷത്തോളം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും UDFന് ഉണ്ടാകുന്ന ഒരു തേരോട്ടമാണ്. 2015-ലും UDFന് ഇതുപോലെയുള്ള ആധിപത്യം ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് എങ്ങനെയാണ് പലയിടങ്ങളിലും മേൽക്കൈ ഉണ്ടായതെന്നാണ് പാർട്ടി ഗൗരവ സ്വഭാവത്തോടുകൂടി പരിശോധിക്കുന്നത്. UDFൻ്റെത് സ്വാഭാവികമായി ഒരു ഭരണപക്ഷത്തോടുള്ള ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് BJP ഇത്തരത്തിൽ അധികാരം പിടിക്കുക എന്നുള്ള കാര്യത്തിൽ പാർട്ടി എന്താണെങ്കിലും അത് കൃത്യമായി പരിശോധിച്ച് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ആലോചനാ യോഗങ്ങളാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരുന്ന യോഗങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പലരും കാര്യമായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നടത്തിയിട്ടില്ലെന്ന വലിയ വിമർശനം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ നടക്കുന്ന നേതൃയോഗങ്ങളിൽ അത്തരം കാര്യങ്ങൾ തീരുമാനമുണ്ടാകും. സ്മിത ക്രിസ്റ്റീന. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.